അവസാനത്തെ വീഡിയോയിൽ ഇറാൻ ആദ്യം ഒരു 5 മിസൈൽ, പിന്നീട് സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്ക് ഇവയെല്ലാം തുടങ്ങി എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞതാണ്. ആകെ 27 മിസൈലുകൾ ഇറാൻ അയച്ചിട്ടുണ്ട്. ഈ 27 മിസൈലുകൾ കാരണം 10-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇസ്രായേലിന് വൻ നാശനഷ്ടം സംഭവിച്ചു. അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഡാമേജ് പോലും ഇറാൻ്റെ ഈ ആക്രമണത്തിൽ സംഭവിച്ചതാണ്. പ്രത്യേകിച്ച് ടെല്ലവീവ് പ്രദേശത്ത് സംഭവിച്ച കേടുപാടുകളാണ്. അപ്പോൾ 27 മിസൈലുകൾ എന്നത് ഒരു സാധാരണ കാര്യമല്ല. അതും പെട്ടെന്നുള്ള ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ തിരിച്ചടി എന്നത് അവിടെയുള്ള അറബ് ലോകത്തിലുള്ള അമേരിക്കയുടെ മുഴുവൻ അടിത്തറകൾക്കെതിരെയും ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ചെയ്തിട്ടുള്ളത് നേരിട്ട് ഇസ്രായേലിനുള്ളിൽ ടെൽ അവീവിൽ മാത്രമാണ് ചില നാശനഷ്ടങ്ങൾ വരുത്തിയത്. ഇത് മാത്രമല്ല, ഹൂത്തികൾ ഒരു എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ പ്രധാനപ്പെട്ട പല അപ്ഡേറ്റ്സ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹൂത്തികൾക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു കരാറുണ്ടായിരുന്നു. ആ ഒരു കരാർ കാരണമാണ് ഹൂത്തികൾ കുറച്ച് ദിവസമായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഹൂത്തികൾ ആ കരാറിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് എന്ന ഒരു പ്രഖ്യാപനം നൽകി. ഞങ്ങളുടെ സൗഹൃദ രാജ്യമായ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് വരികയായിരുന്നു. നിങ്ങൾ ഈ ഒരു യുദ്ധം വലിയ രീതിയിൽ തന്നെ എസ്കലേറ്റ് ചെയ്തു. ഇനി റെഡ് സീ വഴി അമേരിക്ക ബേസ്ഡ് ഏതൊരു കപ്പലിനും വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനാൽ ഞങ്ങൾ ഈ എഗ്രിമെന്റിൽ നിന്നും പുറത്തേക്ക് വരികയാണ് എന്ന് ഒഫീഷ്യലായി തന്നെ ഹൂത്തികൾ അറിയിച്ചു. അപ്പോൾ ഈ ഒരു അറിയിപ്പിലൂടെ ഇറാന്റെ കൂടെ ഹൂത്തികൾ നിൽക്കുന്നു എന്നതിനേക്കാൾ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒരേ സമയത്ത് ഹൂത്തികൾ അവരുടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ റെഡ് സീ വഴി ഈ കപ്പലുകൾ വരുന്നതിന് വലിയൊരു പ്രശ്നം തന്നെ കാത്തിരിക്കുകയാണ്. അടുത്തത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. 50 ഭാരമേറിയ കപ്പലുകളാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കടക്കാനായി കാത്തു നിന്നത്. ഇത് ട്രാഫിക് ഡാറ്റാസ് വഴി നമുക്കറിയാൻ സാധിച്ചതാണ്. ഇപ്പോൾ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് അടച്ചു പൂട്ടാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് അടച്ചു പൂട്ടിയാൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴി ഈ കപ്പൽ ഗതാഗതം എന്നത് സംഭവിക്കില്ല. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ കപ്പൽ ഗതാഗതം അവിടെ അവസാനിച്ച കുറച്ച് ദിവസത്തിൽ തന്നെ ഇതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങൾക്ക്. ഇവരുടെ ഓയിലൊക്കെ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴിയാണ് പോകുന്നത്. ആഗോളതലത്തിൽ നോക്കിയാൽ ഏകദേശം അസംസ്കൃത എണ്ണയുടെ 20% മുതൽ 30% വരെയും ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ ഏതൊരു പ്രശ്നം വന്നാലും അത് ആ 30% അസംസ്കൃത എണ്ണയുടെ ട്രാൻസ്പോർട്ടിനെയും ബാധിക്കും. ഇതിനുശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. മൊത്തം 27 മിസൈൽസ് ഇറാൻ ഉടൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ. അതും ടെല്ലവീവിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഡ്രോൺ ഫൂട്ടേജ് ഒക്കെ ആദ്യം പുറത്തു വന്നിരുന്നു. ആ ഡ്രോൺ ഫൂട്ടേജ് കാണുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാൻ അവിടെ വരുത്തിയിട്ടുണ്ട്. ഇറാൻ്റെ അടുത്ത നീക്കം എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇറാൻ വളരെ സൈലൻ്റ് ആണ്. വലിയ രീതിയിൽ ഞങ്ങൾ ഈ ഒരു അറ്റാക്ക് വീണ്ടും നടത്തും, ഏറെ നാശനഷ്ടങ്ങൾ നൽകുമെന്നൊക്കെ ഇറാൻ പിന്നീട് പറഞ്ഞിട്ടില്ല. ഇറാൻ്റെ പക്കൽ മിസൈൽസ് ഉണ്ടെന്നുള്ളത് ഇന്നലെ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതുവരെയും 700 മിസൈൽസോളം അവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിവരവും പുറത്തു വന്നിരുന്നു. ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് 5% മിസൈൽസ് മാത്രമാണ് ഇറാനുള്ളിൽ വന്ന് വീണത്. എന്നാൽ ഇറാന്റെ കണക്കനുസരിച്ച് തീർച്ചയായും അതൊരു 15% ഉണ്ടാകുമെന്നും പറയുന്നു. ഇറാനിലെ ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വളരെ അപകടകരമായ യുദ്ധമാണ് ഇറാനിൽ സംഭവിക്കുന്നത്. അമേരിക്ക വളരെ അപകടകരമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ ആരംഭിച്ചു വച്ചിരിക്കുന്നത്. ഇനി അവർ തന്നെ ചിന്തിച്ചാൽ പോലും ഇതിൽ നിന്നും ഒരു തിരിച്ചുപോക്കില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ബെൻ ഗുരിയൻ വിമാനത്താവളത്തെ ഞങ്ങൾ പൂർണ്ണമായും തകർക്കാൻ പോകുന്നുവെന്നും ഇറാൻ ഒരു അറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കാണുന്ന നിങ്ങൾ മിഡിൽ ഈസ്റ്റിനെ ചുറ്റി അമേരിക്കയ്ക്ക് എത്ര ബേസുകൾ ഉണ്ടെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. കാരണം അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പ്രശ്നം അഴിച്ചുവിടുകയാണെങ്കിൽ അത് അമേരിക്കയെ മാത്രമല്ല ബാധിക്കുന്നത്. ആ സ്ഥലത്ത് ആ ബേസ് ഉണ്ടെങ്കിൽ അതിനൊരു രാജ്യം പിന്തുണ നൽകുമല്ലോ. ഉദാഹരണത്തിന് ബഹ്റൈനെ എടുക്കാം. അപ്പോൾ ബഹ്റൈനുള്ളിൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനുള്ളിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടാക്കും. ഈ സംഘർഷമാണ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം ഉണ്ടാകാൻ പാടില്ല. അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇറാൻ ആക്രമിച്ചാലും ഇനി മറ്റേതെങ്കിലും രാജ്യം ഇറാനെ ആക്രമിച്ചാലും മിഡിൽ ഈസ്റ്റിനുള്ളിൽ സമാധാനം തീർച്ചയായും ഉണ്ടാവുകയില്ല.
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തു എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇറാനിൽ അണുവായുധം ഒരിക്കലും ലഭ്യമാകാൻ പാടില്ല, അതിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. ആ ഒരു ആക്രമണം ഞങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എയർലൈൻസ് അവരുടെ സർവീസ് അടുത്ത ജൂൺ മാസം 27 വരെയും അവസാനിപ്പിച്ചിട്ടുള്ളതായി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എൽ എന്ന എയർലൈൻസും കൂടാതെ ഇസ്രായേലിന്റെ അർക്കിയ, ഇസൽ ഈ കമ്പനികൾ ഇവരെല്ലാം അവരുടെ ഫ്ലൈറ്റ് സർവീസ് അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് താൽക്കാലികമായി. അപ്പോൾ ഒരു പാനിക് മോഡ് ഇസ്രായേൽ മുഴുവനുമുണ്ട്. ഇറാന്റെ അറ്റാക്ക് ഏത് രൂപത്തിൽ വരുമെന്ന് ആർക്കും തന്നെ അറിയില്ല. അതാണ് ഈ ഭയത്തിന് കാരണം. ഇപ്പോഴത്തേക്ക് എല്ലാ എയർലൈൻസും അവസാനിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഖൈബർ മിസൈൽ ആദ്യമായി ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. സിജിൽ മിസൈൽ ഇറാൻ ഉപയോഗിച്ചിരുന്നു, അതുപോലെ ഖൈബർ ഇതിനകം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഖൈബർ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ മുതൽ ലോകരാജ്യങ്ങൾ എല്ലാവരും സംസാരിച്ചൊരു കാര്യം, സിജിൽ മിസൈൽ ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുമെന്ന്, അതും ഈ അയൺ ഡോമിനെയൊക്കെ പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകുമെന്നൊക്കെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ഈ ഖൈബർ മിസൈൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, 30 മിനിറ്റിൽ 27 മിസൈൽസ് ഇറാൻ അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ അറ്റാക്ക് വീണ്ടും ശക്തമായിരിക്കും എന്നവർ പറഞ്ഞതുകൊണ്ട് പല രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ ഇറാൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അമേരിക്കയ്ക്ക് എതിരെയുള്ള രാജ്യങ്ങളെ എല്ലാം ഒരുമിച്ച് ചേർക്കാനുള്ള എല്ലാ പണികളും ഇറാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ അവരുടെ ഒരു അഭിപ്രായം ഒരല്പസമയത്തിന് ശേഷം പറഞ്ഞുവെന്നും ഇരിക്കാം. തുർക്കി ഉൾപ്പെടെ പല രാജ്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങളൊന്നും പറയാതെ മൗനം പാലിക്കുകയാണ്. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ എത്ര ദൂരം പോകുന്നു, എപ്പോൾ നമുക്ക് അകത്തേക്ക് ഇറങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. അമേരിക്ക ഈ പ്രശ്നത്തിനുള്ളിൽ വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് സഭയിൽ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള അഭിപ്രായങ്ങൾ പറയാനും സാധ്യതയുണ്ട്. ഒരുപാട് സെനറ്റേഴ്സ് ട്രംപിനെതിരെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കോൺഗ്രസ് സഭാ പാർട്ടികൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രംപിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഇനി അമേരിക്കൻ മാധ്യമങ്ങളിലും വരും. അതുപോലെ ഇന്ത്യൻ ബോർഡറിലും നമ്മളൊരല്പം സുരക്ഷയോടുകൂടി ഇരിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അതിന് കാരണം ഇന്ന് പുറത്തു വന്ന വിവരമാണ്. ഈ പെഹൽഗാം അറ്റാക്കിൽ തീവ്രവാദികളെ അകത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത 2 പേരെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഇറാനെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണെന്നറിയാം. അതേ പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയും ഉള്ളത്. അപ്പോൾ ഇറാനിൽ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യുന്നതിന് ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഒരു ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു അറിയിപ്പ്. കാരണം ഒരുപാട് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അമേരിക്കയ്ക്ക് നൽകിയത് തന്നെ പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കണ്ണിപ്പോൾ പാകിസ്ഥാനിലേക്ക് തീർച്ചയായും വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് ഡൈവേർട്ട് ചെയ്യാനായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുടർ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ, സൈനിക സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതുവരെയും റേഡിയേഷൻ ലീക്കൊന്നും ഇല്ല എന്നാണ് IAEA നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഈ റേഡിയേഷൻ ചോർച്ച ഇല്ല എന്നുള്ളത് 3 സംഘടന കൺഫേം ചെയ്തു. ഒന്ന് ഇറാന്റെ ന്യൂക്ലിയർ ഓർഗനൈസേഷൻ, മറ്റൊന്ന് സൗദി അറേബ്യ, അടുത്തത് IAEA സംഘടന. അപ്പോൾ ഈ റേഡിയേഷനിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഈ ഒരു അറ്റാക്ക് അവിടെ പൂർണ്ണ പരാജയമാണോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇനി അതല്ല, ഇറാന്റെ പക്കലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം എംപ്റ്റി ആയിരുന്നു. ഇറാൻ പറഞ്ഞതുപോലെ ആ സ്ഥലങ്ങളിലുള്ള സാധനങ്ങളെല്ലാം മറ്റൊരിടത്തേക്ക് മാറ്റിയോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനാൽ റേഡിയേഷൻ ലീക്കിനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവർ ആക്രമിച്ചതെല്ലാം ന്യൂക്ലിയർ ഫെസിലിറ്റീസിലാണ്. ഇങ്ങനെയാണ് 2 രാജ്യങ്ങളും, ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത്. അതും ഡൊണാൾഡ് ട്രംപ് ഒരുപടി മുകളിലേക്ക് ചെന്ന് ഞങ്ങൾ പൂർണ്ണമായും ആ ന്യൂക്ലിയർ ഫെസിലിറ്റി അടിച്ച് നശിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പൂർണ്ണമായും നശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും റേഡിയേഷൻ ലീക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടാകണമല്ലോ. അങ്ങനെ ഒരു റേഡിയേഷൻ ലീക്ക് സംഭവിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിനെങ്ങനെയാണ് ഭയപ്പെടാൻ പോകുന്നത്? കാണാം അടുത്തടുത്ത ഭാഗത്തിലൂടെ. വീണ്ടും ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയേണ്ടതായുണ്ട്. എല്ലാം അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.